കർക്കിടക മാസമൊക്കെയല്ലേ, ഇന്ന് നമുക്കൊരു ഹെയർ കെയർ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലോ. ഇന്ന് ഞാൻ ഹെയർ ടോണറാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിലേതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് ഉള്ളതൊക്കെ വെച്ച് ഞാനങ്ങ് ഉണ്ടാക്കുകയാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവ്, പേരയില, റോസ്മേരി, ഉലുവ, കരിഞ്ജീരകം, കറിവേപ്പില, പനിക്കൂർക്ക ഇല, തുളസിയില എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുടി വളർച്ചയ്ക്ക് നല്ലൊരു ടോണറാണ്. 1 മാസമെങ്കിലും കൃത്യമായി ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് പ്രകടമായ വ്യത്യാസം കാണാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പച്ചഭാഗം മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ക്രഷ് ചെയ്യാതെ ഇങ്ങനെ തന്നെയും തിളപ്പിക്കാം. ക്രഷ് ചെയ്തെടുക്കാമെങ്കിൽ കുറച്ചും കൂടി അതിലേക്ക് സത്ത് ഇറങ്ങുമല്ലോ എന്നോർത്താണ് ഞാനിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 3 ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ഇടുക. നന്നായി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളപ്പിച്ച് 3 ഗ്ലാസ് വെള്ളത്തെ 2.5 ഗ്ലാസ്സായി പറ്റിച്ചെടുക്കുക. ഇപ്പോൾ നന്നായി തിളച്ച് ഇതിൻ്റെ സത്തെല്ലാം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇത് തിളച്ചതൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് അരിപ്പയിലൂടെ നന്നായി അരിച്ചെടുക്കാം. തുണി ഉപയോഗിച്ചും അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിപ്പയിലൂടെ അരിച്ചതേ ഉള്ളൂ. കരിഞ്ജീരകം, ഉലുവ, റോസ്മേരി എന്നിവ ഞാൻ ഓരോ ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ഇവിയോൺ 400 mgയുടെ ക്യാപ്സ്യൂൾ ചേർക്കാം. 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തുകൊണ്ട് ഞാൻ 3 ക്യാപ്സ്യൂളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ടോണർ എന്നും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് ക്യാപ്സ്യൂൾ ചേർക്കുന്നത്. ഒരു ഓയിലി ഫീൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിൽ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ 2-3 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. ടോണറായി ദിവസവും ഉപയോഗിക്കാം. ടോണറായി രാവിലെയോ വൈകുന്നേരമോ ഉപയോഗിക്കുക. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ തന്നെ ഒരു പാക്കായി നമുക്ക് ഉപയോഗിക്കാം. ഒരു സ്പ്രേ ബോളിലേക്ക് മാറ്റി സ്കാൽപ്പിനും മുടിയിലും സ്പ്രേ ചെയ്യുക. മസാജ് ചെയ്ത് തലമുടി ഉണങ്ങുമ്പോൾ കെട്ടിവെക്കുക. പാക്കായി ഉപയോഗിക്കുമ്പോൾ തലയോട്ടിയിലും തലമുടിയിലും നന്നായി മസാജ് ചെയ്ത് 15 മിനിറ്റ് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.